ഞങ്ങൾ കണ്ടത് 2012 റിലീസായ ഇംപോസിബിൾ എന്നുള്ളൊരു മൂവിയാണ്. ഒരു സ്പാനിഷ് ഫാമിലിയിലെ റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ് നടന്നത്. ബെനറ്റ് എന്ന് പറഞ്ഞ ഒരു ഫാമിലിയിൽ ഫോക്കസ് ചെയ്താണ് ഈ സിനിമ തുടങ്ങുന്നത്. ഇവർ ക്രിസ്മസിന് തായ്ലൻഡിൽ ക്രിസ്മസ് ആഘോഷിക്കാനാണ് പോകുന്നത്. ഈ മെയിൻ ഫിലിമിന്റെ ഫോക്കസ് എന്ന് പറഞ്ഞാൽ, മെയിൻ ഡിസാസ്റ്റർ എന്ന് പറഞ്ഞാൽ 2004 നടന്ന ഇന്ത്യൻ ഓഷ്യൻ സുനാമിയാണ് ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത്. ഇന്ത്യൻ ഓഷൻ സുനാമിനെ കുറിച്ചാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഒരു മാസീവായിട്ടുള്ള ഒരു ഡിസാസ്റ്ററാണ് അന്ന് ഉണ്ടായിരുന്നത്. തായ്ലൻഡിലാണ് ഈ സിനിമയിൽ ഈ ഒരു ഭാഗം ചിത്രീകരിച്ചിരിക്കുന്നത്. വലിയ ഡിസാസ്റ്റർ, ഒരുപാട് പേര്, ഒരു 12,000 സംതിങ് പേര് മരിച്ചൊരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ 2004 ഡിസംബർ 26 നടന്ന സംഭവമാണ്. ഇതിൽ സുനാമി കാണിക്കുമ്പോൾ അധികം വാർണിങ്സ് ഒന്നും ഇല്ലാതെ ഒരു ശബ്ദത്തോടെ സഡൻ ആയിട്ടുള്ള വേവ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒന്നും ലഭിച്ചില്ല. ഇവാക്യുവേറ്റ് ചെയ്യാനോ രക്ഷപ്പെട്ട് പോകാനോ അധികം അവർക്ക് സമയമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ റിയൽ ലൈഫായിട്ട് സുനാമി എങ്ങനെ വരുമെന്ന് അതുകൊണ്ട് ഡെപ്പിക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 2004 എന്ന് പറഞ്ഞൊരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ പ്രിപ്പയർഡ് ആയിരുന്നില്ല ഈ സുനാമിനെ എഫക്ട് ചെയ്യാൻ. മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഒരു റിസോർട്ടിലായിരുന്നു മെയിൻലി ഫോക്കസ് കൊടുത്തത്. പിന്നെ എന്താണ്, അവിടുത്തെ ആ ഫാമിലി, ഒരു അച്ഛൻ, അമ്മ, 3 മക്കള്, അതായിരുന്നു ആ ഫാമിലി. ഫസ്റ്റ് ഇവിടെ ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്തത് അവിടുത്തെ ലോക്കൽസ് ആണ്. പിന്നെ ഈ മൂവിയിൽ ലാസ്റ്റ് ആണ് ഗവൺമെന്റ് അതോറിറ്റീസും അതുപോലെ മിലിറ്ററീസും അവിടെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വരുന്നതായിട്ട് കാണുന്നത്. പിന്നെ ഇതിൽ പറയണതെന്ന് വെച്ചാൽ ഈ സ്റ്റാൻഡേർഡ് ഡിസാസ്റ്റർ റെസ്പോൺസ് പ്രോട്ടോകോൾസ് അങ്ങനെയായിട്ട് കാണിക്കുന്നില്ല. ഇവാക്വേഷൻ്റെ ടൈമിലോ അല്ലെങ്കിൽ സെർച്ച് റെസ്ക്യൂവിൻ്റെ ടൈമിലൊക്കെ സമയത്തൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്സ് ആയിട്ട് തന്നെ ലോക്കലാണ് വന്നത്. പിന്നെ മെഡിക്കൽ ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു ലോക്കൽ ഏരിയ കൊണ്ട് അവിടെ ഫെസിലിറ്റീസും കുറവായിരുന്നു. കുറേ പേര് ഫെസിലിറ്റി ചെയ്യാൻ, അതായത് മെഡിക്കലിലെ എമർജൻസീസ് കൊടുക്കാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. കാരണം ആദ്യമേ ഈ കൊച്ചുമമ്മയും കയറാൻ വന്നപ്പോഴത്തേക്കും, അതായത് വേറെ ലോക്കൽസിന് കൂടെ കയറാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും അവിടുത്തെ മെഡിക്കൽ അതോറിറ്റി പറഞ്ഞു കയറേണ്ട തിരക്കാന്നുള്ള രീതിയിൽ. അപ്പോൾ അവിടെ അതിൻ്റേതായിട്ടുള്ള സിസ്റ്റംസും അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ചോദിക്കുന്ന ഏജൻസീസും ഇന്റർനാഷണൽ എയ്ഡും എന്തെങ്കിലും കോർഡിനേഷൻ ഉണ്ടായിരുന്നു, അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല, അതിൻ്റെ ബേസ്ഡ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ലാസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സർജറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരെ കൊണ്ടുപോകാനായിട്ട് തിരിച്ച് സിംഗപ്പൂരിൽ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ മെഡിക്കൽ ഏജൻസി, അതായത് ഇൻഷുറൻസിന്റെ ആളെങ്ങാണ്ട് ഇവരോട് സംബന്ധിച്ചല്ലാതെ വേറെ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങളുടെ ടോപ്പിക് കിട്ടിയിരിക്കുന്നത് ഹ്യൂമൻ ഇമ്പാക്റ്റ് ആൻഡ് സൈക്കോളജിക്കൽ ആസ്പെക്ട്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ അവരനുഭവിക്കുന്ന മാനസികമായ വിഷമങ്ങളും അവർ ഒരു സുനാമി ഉണ്ടായപ്പോൾ ഒരു കുടുംബം നല്ല എല്ലാ കുടുംബങ്ങളും വേർതിരിഞ്ഞു പോയതും കുറേ പേര് മരിച്ചു, അവരനുഭവിച്ച വിഷമങ്ങൾ. പിന്നെ ആ കുടുംബത്തിൽ തന്നെ ബെനറ്റ് എന്ന് പറഞ്ഞ കുടുംബം, അതിൽ ഒരു അച്ഛൻ, അമ്മ, 3 മക്കളാണ് ഉണ്ടായിരുന്നത്. 3 ആൺകുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ അമ്മയും അച്ഛനും മക്കളൊക്കെ വേർപിരിഞ്ഞു പോയി ഈ സുനാമി വന്ന സമയത്ത്. പിന്നെ അമ്മ ഈ മകൻ്റെ ഒച്ച കേൾക്കുകയാണ് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പം അങ്ങനെ അവനും അമ്മയും കൂടിയിട്ട് കണ്ടുമുട്ടുകയും പിന്നെ അവർ വേറൊരു ഫാമിലിയിലത്തെ മോനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയും അങ്ങനെ അവർ പിന്നെ അവിടുത്തെ ആൾക്കാർ കൂടിയിട്ട് ഇവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അതിനുശേഷം ഉണ്ടാവുന്ന. പിന്നെ ഇത് റിയൽ ലൈഫ് ഇൻസിഡന്റ് ആണ്. ഒരു സ്പാനിഷ് ഫാമിലിന്റെ സ്റ്റോറിയാണ്. മെയിനായിട്ട് മീൻസ് അവർ ഫോക്കസ് ചെയ്യുന്നത് എല്ലാതും വൈഡായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിലും മെയിനായിട്ട് ഇവരുടെ ഫാമിലിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പിന്നെ ഒരു സൈക്കോളജിക്കൽ ആസ്പെക്ട്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസാസ്റ്റർ സംഭവിച്ചതിന് ശേഷം ഒരുപാട് ട്രോമാറ്റിക് ആയിട്ടുള്ള ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി പോവാം. അതൊക്കെ ക്ലിയർ ആയിട്ട് അവരത് പ്രസൻറ്റ് ചെയ്യുന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്യാം, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തിട്ട് കൊണ്ടുപോകാം എന്നുള്ള ബേസിസിൽ ഇപ്പോൾ ഒരു ഫാമിലിയുടെ കേസ് പറഞ്ഞു. അപ്പോൾ അതിൽ അവരുടെ മകൻ, മൂത്ത മോൻ, അവൻ മറ്റുള്ളവർക്ക് അവരുടെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇമ്പോസിബിൾ എന്ന് പറഞ്ഞ മൂവിൻ്റെ ലിമിറ്റേഷൻ ആൻഡ് ചാലഞ്ചസ് ആണ് ഞങ്ങളുടെ ടോപ്പിക്ക്. അപ്പോൾ ഈ മൂവ് മെയിനായിട്ടും ഒരു സർവൈവേഴ്സിൻ്റെ പെർസ്പെക്റ്റീവ് നിന്നാണ് ഈ ഫിലിം കാണിക്കുന്നത്. പിന്നെ വേറൊരു ലിമിറ്റേഷൻ പറയാമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഒരുപാട് ആൾക്കാർ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഡിസാസ്റ്റർ. പക്ഷേ അവരെ ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ
അവരുടെ ഫാമിലീനെ മാത്രം അവർക്ക് മാത്രം അറ്റൻഷൻ കിട്ടുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ധാരാളം ഫിലിം ലിബേർട്ടി അവരെ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ റെസ്ക്യൂ ഓപ്പറേഷൻ അതാണെങ്കിൽ ആകെപ്പാടെ ഒരാൾ മാത്രം വരുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാർ ഈ റെസ്ക്യൂ ഓപ്പറേഷന് വരെ നമുക്ക് കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പം എന്താണ് മാക്സിമം ആയിട്ടുള്ള ഈ ഹോസ്പിറ്റൽസിനെ കുറിച്ച് അവർ പരാമർശിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ എന്താണ് ഈ വിഷ്വൽസ് ഒന്നും നമ്മളെ കാണിക്കുന്നില്ലായിരുന്നു. അപ്പം കറക്റ്റ് എന്താണ് പറയുന്നത്, ദ ഇമ്പോസിബിൾ എന്ന് പറയുന്ന മൂവിക്ക് എക്സാജറേഷൻ ഉണ്ടോ, എന്തെങ്കിലും മിസ് ഇന്ററപ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. എക്സാജറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി സ്റ്റോറീനെ മാത്രം ചെയ്തിട്ട് അവരെങ്ങനെ ഒറ്റയ്ക്ക് അതിൽ നിന്ന് റെസ്ക്യൂ ചെയ്യും അങ്ങനെയുള്ള പറയുന്നുള്ളൂ. ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റെസ്പോൺസ് എഫേർട്സിനെ കുറിച്ച് ഇവിടെ പറയുന്നില്ല. അതുപോലെ തന്നെ ഒരു ഡിസാസ്റ്റർ നടക്കുവാണെങ്കിൽ ഫാമിലീൻ്റെ റിയൂണിയൻ എന്ന് പറയുമ്പോൾ കുറച്ച് വിക്ടിംസിൻ്റെ ഫാമിലി റിയൂണിയൻ കുറച്ച് നാളുകൾക്ക് ശേഷം മാത്രം നടക്കുന്ന ഒരു ഇതാണ്. പക്ഷേ ഇവിടെ ഒരു ക്വിക്ക് റിയൂണിയൻ ഓഫ് ദ ഫാമിലിയാണ് നമുക്ക് ഈ മൂവിയിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. പിന്നെ മിസ്റെപ്രസെൻറ്റേഷൻ കാണിച്ചേക്കുന്നത് ലാക്ക് ഓഫ് ഏർലി വാർണിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു ആ സുനാമി നടന്ന സമയത്ത് അവിടെ, പക്ഷേ ഇതിൽ അത് കാണിച്ചിട്ടില്ല. സോ ഞാൻ പറയുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ടുള്ള കീ ടേക്ക് അവേഴ്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻസ് ഓഫ് ഏർലി വാർണിംഗ് സിസ്റ്റം ഈ മൂവീസിൽ ഉള്ളതാണ്. അതിൽ പെട്ടെന്ന് ഈ നാച്ചുറൽ ഡിസാസ്റ്ററായ ഈ സുനാമി വന്നപ്പോൾ ആൾക്കാർക്കൊക്കെ ഒന്നും പോകാൻ എവിടെയും സ്ഥലമുണ്ടായില്ല. അതുപോലെ ഈ ഏർലി വാർണിംഗ് സിസ്റ്റം പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തില്ല. പിന്നെ മെഡിക്കൽ റെസ്പോൺസും ഇൻഫ്രാസ്ട്രക്ചറും ഒന്നും നല്ല രീതിയിൽ ഉണ്ടായില്ല. ഇപ്പോൾ ഓവർ ക്രൗഡ് ആയപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ തന്നെ കുറേ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് കുറേ മെഡിക്കൽ സിസ്റ്റം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യായിരുന്നു. പിന്നെ ഫാമിലി റീയൂണിയൻ മിസ്സിംഗ് പേഴ്സൺസ്, ഇപ്പോൾ കുറേ പിള്ളേരൊക്കെ അനാഥരായി, അവരൊക്കെ അവരെ പാരൻസിനെ കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് ഇതിൽ മെയിനായിട്ട് ഡിപിക്റ്റ് ചെയ്യുന്നത്.